ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ വരുന്നു. പഹൽഗാമിൽ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറിയ 7 ഭീകരരാണ് എന്ന രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. ഈ ഭീകരർക്ക് പ്രാദേശിക സഹായം ലഭിച്ചു എന്ന രീതിയിലുള്ള വാർത്തകളും വരുന്നുണ്ട്. ഇപ്പോൾ പഹൽഗാമിൽ ക്യാമ്പ് ചെയ്യുന്ന ഞങ്ങളുടെ വാർത്താ സംഘത്തിൻ്റെ തലവൻ ബൽറാം നെടുങ്ങാടി തത്സമയം ചേരുകയാണ്. ബൽറാം, ശരിക്കും ഈ ആക്രമണത്തിന് അമേരിക്കൻ നിർമ്മിത തോക്കുകൾ ഉപയോഗിച്ചെന്നുള്ള സൂചനകൾ വരുന്നുണ്ടല്ലോ, എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? SKN, ഈ ഭീകരവാദ ആക്രമണം നടത്തിയത് പാകിസ്ഥാനിൽ നിന്നും നുഴഞ്ഞു കയറി എത്തിയ ഭീകരവാദികളാണ് എന്നുള്ള ഒരു പ്രാഥമിക നിഗമനമാണ് സൈന്യത്തിന് ഉള്ളത്. പ്രത്യേകിച്ച് ഈ മേഖലയിൽ പ്രാഥമിക പരിശോധന നടത്തിയതിൽ നിന്നാണ് അത്തരത്തിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയത്. ജമ്മു കശ്മീർ പോലീസിന്റെ നിഗമനവും ഇത് ശരിവെക്കുന്നതാണ്. പ്രത്യേകിച്ച് ഈ പ്രാദേശിക തരത്തിലുള്ള ഭീകരവാദികളാണെങ്കിൽ അവർ ഒരിക്കലും വിനോദസഞ്ചാരികളെ ലക്ഷ്യം വെക്കാറില്ല എന്ന് പോലീസ് വിശദീകരിക്കുന്നു. ഒപ്പം തന്നെ ഇവർ ഉപയോഗിച്ച ആയുധങ്ങൾ അത് അമേരിക്കൻ നിർമ്മിത ആയുധങ്ങളാണ് എന്ന് ഇവിടെ നിന്നും കണ്ടെത്തിയ വെടിയുണ്ടകൾ ഉൾപ്പെടെ പരിശോധിച്ചതിൽ നിന്നും വ്യക്തമായിട്ടുണ്ട്. അമേരിക്കൻ നിർമ്മിതമായ M4, AK-47, AK-56 റൈഫിളുകൾ, ഇത്തരത്തിലുള്ള 3 വിഭാഗത്തിലുള്ള തോക്കുകളാണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത് എന്നും അത് അമേരിക്കൻ നിർമ്മിതമാണ് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഈ സാധാരണ ഭീകരവാദികളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിൽ തോക്കുകൾ എത്തുന്ന അവർക്ക് ഈ അമേരിക്കൻ നിർമ്മിത തോക്കുകൾ എങ്ങനെ കൈവശം വന്നു എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഇതിന് പാകിസ്ഥാന്റെ സഹായം, സർക്കാരിൻ്റെയോ സൈന്യത്തിൻ്റെയോ സഹായം ഇതിന് ലഭിച്ചിട്ടുണ്ടോ എന്ന ഒരു സംശയവും ഇതിനെ തുടർന്ന് നിലനിൽക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ഈ അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കും. ഈ ആക്രമണത്തിന് പിന്നിൽ നുഴഞ്ഞു കയറിയെത്തിയ പാക് ഭീകരവാദികളാണ് എന്ന ഒരു നിഗമനം തന്നെയാണ് സൈന്യത്തിനുള്ളത്. ഇത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും നടക്കുക. ഒപ്പം തന്നെ NIA നടത്തുന്ന പരിശോധനയിൽ കൂടുതൽ വിവരങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ടുള്ള ശാസ്ത്രീയ പരിശോധനകൾ ഉൾപ്പെടെ NIA നടത്തുന്നുണ്ട്. അത് തോക്കുകൾ നിർമ്മിച്ചതിൻ്റെ നിർമ്മാണ വിവരങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിലൂടെ കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഏജൻസികൾ, പ്രത്യേകിച്ച് സുരക്ഷാ ഏജൻസികൾ എല്ലാം തന്നെ NIA പരിശോധന ഫലം കാത്തിരിക്കുകയാണ്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ എന്തായാലും ഈ റോഡിൽ പോലും പാതയോരത്ത് പോലും തുടരുകയാണ്. ജമ്മു കശ്മീരിൽ എല്ലായിടത്തും തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. ജമ്മു കശ്മീരിൽ നിലവിലുള്ള വിനോദസഞ്ചാരികളെ സുരക്ഷിതരായി മടക്കി അയക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. സൈനിക വാഹനങ്ങൾ നമുക്ക് ജമ്മു കശ്മീരിൽ എല്ലായിടത്തും തന്നെ എല്ലാ റോഡുകളിലും തന്നെ സൈനിക വാഹനങ്ങളുടെ വലിയൊരു നിര നമുക്ക് കാണാൻ കഴിയും. നമുക്ക് കാണാം ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്കായി എത്തിയ പ്രത്യേക സംഘങ്ങൾ, ഉന്നത ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സഞ്ചരിക്കുന്ന വാഹന വ്യൂഹങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിനെല്ലാം തന്നെ ശക്തമായ സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട്. ഈ ഒരു ആക്രമണം അത് പ്രാദേശിക ജനങ്ങളെ കൂടി ബാധിച്ചു എന്നതുകൊണ്ട് തന്നെ അത്യന്തം ജാഗ്രതയിൽ ഉള്ള ഒരു നടപടിയാണ് സുരക്ഷാ സേനയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. പ്രാദേശികമായ സഹകരണം ഈ അന്വേഷണത്തിനും രക്ഷാപ്രവർത്തനത്തിനും ഉൾപ്പെടെ ഈ പോലീസിനും മറ്റ് സുരക്ഷാ സൈന്യത്തിനും ലഭിച്ചിരുന്നു എന്നതുകൊണ്ട് തന്നെ പ്രദേശവാസികളുടെ സഹകരണം ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു അന്വേഷണവും തെരച്ചിലുമാണ് സൈന്യം ഇപ്പോൾ ഈ മേഖലയിൽ നടത്തുന്നത് എന്ന് തന്നെയാണ് ജമ്മു കശ്മീർ പോലീസിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. എല്ലായിടത്തും തന്നെ കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. SKN. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. പഹൽഗാമിൽ ക്യാമ്പ് ചെയ്യുകയാണ് ബൽറാം നെടുങ്ങാടിയും വാർത്താ സംഘവും. നേരിട്ടുള്ള വാർത്തകൾ പഹൽഗാമിൽ നിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. നമ്മുടെ വാർത്താ സംഘം അതിവിപുലമായ സാങ്കേതിക ഒരുക്കങ്ങൾ കൂടി ചെയ്തു കഴിഞ്ഞു.